അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണല്ലോ. എല്ലാ വേൾഡ് കപ്പുകൾ പോലെ തന്നെ പുതിയ താരോദയം, അതേപോലെ പഴയ പടക്കുതിരകൾ അവരുടെ ബൂട്ട് കഴിക്കുന്ന കാലം. ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ കുറെ അധികം കളിക്കാരെ നമ്മൾ 48 രാജ്യങ്ങളും 104 മത്സരങ്ങളും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാക്കളായ അർജന്റീന വീണ്ടും ഫൈനൽ, 10 വർഷം മുമ്പ് കിരീടം നേടിയ സ്പെയിനും ഫൈനലിൽ, ക്വാർട്ടർ ഫൈനൽ വരുന്ന ഫ്രാൻസിന്റെ കളി കണ്ടാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക ഫ്രാൻസ് തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ ചാമ്പ്യന്മാർ എന്നായിരിക്കും അല്ലെ. കാരണം അത്രയും സുന്ദരമായിട്ടുള്ള കളിയായിരുന്നു അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ സ്പെയിനിന്റെ അതിസുന്ദരമായിട്ടുള്ള സെമി ഫൈനലിലെ മാച്ച് കൊണ്ട് അതെല്ലാം തകർന്നടി. സ്പെയിൻ അർജന്റീനയ്ക്ക് ഒത്തൊരു എതിരാളി തന്നെയായിരുന്നു ഫൈനലിൽ. അതേപോലെ തന്നെ അർജന്റീനയ്ക്ക് നല്ലൊരു എതിരാളിയായി ഇംഗ്ലണ്ടിനെ കിട്ടി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് തമാശയ്ക്കാണെങ്കിൽ പോലും അർജന്റീന ആവണമെങ്കിൽ 80ാമത്തെ മിനിറ്റ് ആവണമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫൈനലിൽ അങ്ങനെ സംഭവിച്ചില്ല. ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കിയതിനേക്കാൾ കൂടുതലായിട്ട് അർജന്റീനയെ വരിഞ്ഞു മുറുക്കിയാണ് സ്പെയിൻ ഇപ്രാവശ്യം കപ്പും കൊണ്ടുപോയത്. അതെ, 2026 വിന്നർ എന്ന് പറയുന്നത് സ്പെയിനാണ്. സ്പെയിനിന്റെ വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ എല്ലാ കളിയും ജയിച്ചിട്ടാണ് ഫൈനലും ജയിച്ച് വേൾഡ് കപ്പ് എടുത്തത്. ഒരേ ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. അതും ടോട്ടലായിട്ട് തന്നെ ഈ വേൾഡ് കപ്പ് തന്നെ വെറും 20ൽ താഴെ ഗോളുകൾ മാത്രമാണ് അവരുടെ എതിരാളികൾക്ക് അവരുടെ പോസ്റ്റിലേക്ക് പായിക്കാൻ സാധിച്ചത് എന്നും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഏറ്റവും മികച്ച പ്ലേയേഴ്സിനെ കാണാം. കിലിയൻ എംബാപ്പെ തുടർച്ചയായ 2ാമത്തെ വേൾഡ് കപ്പ് ഗോൾഡൻ ബൂട്ട് വാങ്ങിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച കളിക്കാരനായി ഗോൾഡൻ ബോൾ വാങ്ങിയത് സ്പെയിനിന്റെ ക്യാപ്റ്റനായ റോഡ്രിയ, ഗോൾഡൻ ഗ്ലൗ വാങ്ങിയത് സ്പെയിനിന്റെ തന്നെ ഉനൈ സിമോണുമാണ്. ഇനി നമുക്ക് കാത്തിരിക്കാം അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി വീണ്ടും ഒരു 4 വർഷം കൂടി. അറിയില്ല പുതിയ താരരാജാക്കന്മാർ ആരെല്ലാം എന്ന്. പക്ഷേ ഒന്നുറപ്പിക്കാം, 2026 ലോക ചാമ്പ്യന്മാർ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തന്നെ.